ഇന്ന് നമ്മൾ നമ്മുടെ ഉച്ചയൂണിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വെണ്ടക്കായ ഉപ്പേരിയും പിന്നെ ചീര തോരനും ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് രണ്ടും വേഗം പണി കഴിയണതല്ലേ. ചീര അരിയണ പണി മാത്രമേ ഉള്ളൂ, പിന്നെ വേഗം വാടി കിട്ടും, എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് രണ്ടിനും അധികം സമയം വേണ്ട. അപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കാനുള്ള ചീര നമുക്ക് കിട്ടിയത് പറമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അത് പണ്ടൊക്കെ ചീര കുഴിച്ചിട്ടിരുന്നതേ, ഇപ്പം അതിൻ്റെ വിത്ത് വീണിട്ട് മുളച്ചു വരുന്നതാണ്. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ കുറേ ചീര ഇങ്ങനെ നിൽക്കണു. അപ്പോൾ അത് മൂത്ത് പോണതിന് മുമ്പ് വേഗം പോയി വെയിൽ വരുന്നതിന് മുമ്പ് മുറിച്ചെടുത്തതാണ്. അങ്ങനെ കുറേ ചീര കിട്ടി. ഇത്ര അധികം ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉണ്ടാക്കിയപ്പോൾ എല്ലാതും ഉണ്ടാക്കി. ഈ വെച്ചിട്ട് പിന്നെ ചീര വെറുതെ വാട്ടിക്കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് കഴുകി വെച്ചിട്ടാണ് ഉള്ളതാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയത് അരിഞ്ഞെടുത്തു കേട്ടോ ചീര. പിന്നെ ചുമന്നുള്ളിയും പച്ചമുളകൊക്കെ എരിവിന് ആവശ്യം, ചീരയുടെ അളവനുസരിച്ചിട്ട് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. എരിവൊക്കെ നമ്മുടെ കയ്യിൽ എത്ര ചീരയുണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ചുമന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, നല്ലതാണ്. എത്ര കൂടിയാലും കുഴപ്പമില്ല. ചുമന്നുള്ളി തൊലി കളയാൻ മടിയുള്ളവരാണെങ്കിൽ സവാള എടുത്തോ, കുഴപ്പമില്ല. ഇനി ചുമന്നുള്ളി പച്ചമുളക് എടുത്തു. ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക് ആദ്യം ഇട്ടു. അതൊന്ന് കുറച്ച് വാടി വന്നിട്ട് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്തത്. അതും കൂടെ ഇപ്പോൾ തീ കൂട്ടി വയ്ക്കാം കേട്ടോ, നമുക്ക് ഉള്ളി വഴണ്ട് കിട്ടണ്ടേ. പിന്നെ അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പിട്ടാൽ വേഗം ഉള്ളി സവാളയൊക്കെ വഴണ്ട് കിട്ടില്ലേ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കറിവേപ്പില, ഇത് ചീര ഏലക്കറി ആയതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും പിന്നെ ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ഏലക്കറികളിൽ ഇടുന്നത് നല്ലതാട്ടോ. പിന്നെ മുളക് പൊടി ചേർക്കുക. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് എരിവിന് മുളക് പൊടി ചേർത്താൽ മതി. ഞാൻ നന്നായിട്ട് മുളകൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചീര ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. ചീര വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി തീ കൂട്ടി വയ്ക്കണം, നല്ലതാണ്. അടിയിലത്തെ മുളക് കരിയാണ്ട് നോക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അടിയിൽ കിടന്നിട്ട് ആ മുളക് കരിഞ്ഞു പോകരുത്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അതങ്ങനെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത് കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗം മുകളിലത്തെ ഭാഗമൊക്കെ അടിയിലാവാൻ വേണ്ടി. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് ഈ സമയത്ത് നമ്മൾ വേഗം തന്നെ ഇട്ട് കൊടുത്തു. ഇനി വേണേലും മുമ്പ് ഇടുന്നതല്ലേ നല്ലത് ഉപ്പ്. അങ്ങനെ വീണ്ടും എല്ലാതും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കണം. 2 മിനിറ്റെല്ലാം ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അധികം വാടിയിട്ടുണ്ടായിരുന്നില്ല, വെന്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചു കേട്ടോ. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നപ്പോൾ നമ്മുടെ ചീര വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നനവൊക്കെ ഉണ്ട്, അപ്പോൾ അതിനി അടച്ചു വെക്കണ്ട, ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ തോർത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ വെള്ളമൊക്കെ പോയി ചീര നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നാളികേരം കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടച്ചു വെക്കേണ്ട, തുറന്നിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാ വെള്ളവും നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ച് ഉലർത്തിയെടുക്കുക ചീര. പിന്നെ ചീര ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കണം തനിയെ, അതാണ്. തണുക്കാൻ പാടില്ല. ചീരക്കറി ഉണ്ടാക്കി ചീരത്തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കഴിക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റും ഗുണവും കുറയില്ല ചൂടോടുകൂടി കഴിച്ചാൽ. അപ്പോൾ അതേ നമ്മുടെ സൂപ്പർ ചീരത്തോരൻ റെഡി ആയിട്ടാണ്. ഇനി നമ്മൾ അടുത്തത് വെണ്ടക്കായാണ് അരിഞ്ഞു വെച്ചിരുന്നത്. വെണ്ടക്കായ എല്ലാവർക്കും അറിയാം, പിന്നെ ഇങ്ങനെ ഇതുപോലെ വഴറ്റിയിട്ടില്ലെങ്കിൽ വഴറ്റി നോക്കിക്കോ. വെണ്ടക്കായ ഉപ്പേരി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായപ്പോൾ നമ്മൾ സവാളയാണ് കേട്ടോ, 2 സവാള, ചെറിയ സവാള 2 ചേർത്തു. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ വെണ്ടക്കായയിലേക്കും കൂടെയുള്ള ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സവാള നന്നായിട്ട് വാടി വന്നപ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടി ചേർത്തു. ഇതിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ, വേണമെങ്കിൽ കുത്തി പൊടിച്ച മുളകായാലും ചേർക്കാം. മുളക് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അര കിലോ വെണ്ടക്കായ ഉണ്ടാവും കേട്ടോ.
അതുകൊണ്ട് ചിലപ്പോൾ കൂടിപ്പോയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടാൽ മതി കേട്ടോ. സിമ്മിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അത് 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി നോക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി വന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇതിൽ എണ്ണ ഒഴിക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വരും. നമ്മൾ പിന്നെ അധികം എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തില്ല, ഉള്ള എണ്ണ മതിയെന്ന് വിചാരിച്ചിട്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഒട്ടും അടിയിൽ പിടിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടക്കായ ഉപ്പേരി റെഡി ആയിട്ടാണ്. പിന്നെ നമ്മുടെ സ്ഥിരം പച്ചമോര്, അതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ചിട്ട് മോര് ഇവിടെ സ്ഥിരം എന്നും ഉണ്ടാവും മോര്. ചതച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മളൊരു ബൗളിലിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് മോര്, തൈരാണ് കേട്ടോ. തൈര് നന്നായിട്ട് ഉടച്ച് അതിൽ പകുതി തൈര് പകുതി വെള്ളം, അങ്ങനെ തൈരിൻ്റെ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അതേ അളവിന് വെള്ളം എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് നമ്മൾ മോരെടുത്തു. അപ്പോൾ സാമ്പാറാണ്, പിന്നെ ചീരത്തോരൻ, വെണ്ടക്കായ ഉപ്പേരി, പിന്നെ നമ്മുടെ നാരങ്ങാച്ചാറല്ല സോറി നെല്ലിക്കച്ചാർ ഇട്ടിട്ടില്ലേ നാള്, ആ നെല്ലിക്കച്ചാറ്, പിന്നെ പപ്പടം. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഊണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഊണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വെണ്ടക്കായ ഉപ്പേരിയും ചീരത്തോരനും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.